നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വളവട്ടണത്തിൽ കാറിലാണ്. ഗേറ്റ്, റെയിൽവേ പാലം ഗേറ്റ് അടച്ചില്ല. കാറ് ട്രാക്കിലേക്ക് ഇങ്ങോട്ട് കേറുമ്പോ ട്രെയിൻ ഇങ്ങനെ വരുന്നു. അപ്പൊ കാറിലെല്ലാരും പഠിച്ചു. മഹാനവറുകൾ കൈ ഇങ്ങനെ ഒന്ന് കാട്ടി. കാറിന്റെ നേരെ മുമ്പിൽ അവിടെ നിന്ന് ട്രെയിൻ അവിടെ നിന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വളപട്ടണം തള്ള് ഇത് കുറേ കാലമായിക്കൊണ്ട് കുറേ മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ വളപട്ടണംകാർക്ക് ഇത് അറിയുമെന്ന് ചോദിച്ചപ്പോൾ വളപട്ടണംകാർക്ക് ആർക്കും അറിയില്ല. പിന്നീട് മാവിലായിൽ ചക്കക്ക് പോയമാര് പിന്നീട് വളപട്ടണത്ത് പോയിട്ട് ഒരാളെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ആള് സിറാജുദ്ദീൻ കാസിമി എന്ന ആ ഒരു മുസ്ലിയാരായിരുന്നു. അയാളിപ്പോൾ ജയിലിൽ കമ്പിയഴി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. 1 2 3 എണ്ണി ഒന്നിച്ച് ചേർന്നവർ മാനത്തുനിന്ന്. അതെന്താ കഥ എന്നൊക്കെ നമ്മൾ കുറേ വീഡിയോ ചെയ്തതാണ്, അതിനി പറയുന്നില്ല. ഇനി ഈ വളപട്ടണം കഥ ഇനിയും കുറേ ആളുകൾ പറയാനുണ്ട്. അതിൽ ഒരെണ്ണം കൂടി നമുക്കിന്നിവിടെ കാണിക്കാം. അബ്ദുസമദ് അൻവരി, കുരുവട്ടൂരിയാണ്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് മുഹമ്മദ് മിസ്ബാഹിയാണ്. കാന്തപുരം സമസ്ത വിഭാഗത്തിൽപ്പെട്ടൊരു മുസ്ലിയാരാണ്. മറ്റേത് EKയിൽ നിന്ന് പോയി AP നിന്ന് പോയി കുരുവട്ടൂരിലെത്തി നിൽക്കുന്ന ഒരു സാധുവാണ് ഇനി പറയാനുള്ളത്. ഇവിടെ മനുഷ്യബുദ്ധി എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ പറയും കറാമത്തിന് ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലെന്ന്. പൊന്നാരൻ്റെ ഹബീബിങ്ങളെ ഔലിയാക്കൾക്കല്ലേ കറാമത്ത്. ഇനി കറാമത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് ഇതേപോലെയുള്ള മാജിക്കുകൾ കാണിക്കാനുള്ളതാണോ കറാമത്ത്? ആണോ? ഒരു ട്രെയിന് അത് വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡിൽ വരുന്ന ട്രെയിന് അതിൻ്റെ ലോക്കോ പൈലറ്റ് തന്നെ സഡൻ ബ്രേക്ക് ഇട്ടാലും ഈ ട്രെയിൻ മറിയാണ് ചെയ്യുക. ട്രെയിന് ഈ ഇവർ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ജീപ്പോ കാറോ ലോറിയോ ബസ്സൊന്നും അല്ല. അത് കുറേ ബോഗികൾ ചേർന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു യാത്രാ സംവിധാനമാണ്. അതിന് ബ്രേക്കിംഗ് സിസ്റ്റത്തിനൊക്കെ പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം മറിയും, കുറേ ബോഗികൾ മറിയും. അതാണ് സംഭവിക്കാറുള്ളത്. അതൊന്നും ഈ സാധുക്കൾക്ക് അറിയില്ല. പിറ്റേക്ക് തള്ളാൻ മാത്രമേ അറിയുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളപട്ടണം റെയിൽവേ ക്രോസിങ് അവിടെ ആ ഗേറ്റ് അത് തുറന്നിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിനെ ഇങ്ങനെ ഉന്തി നിർത്തുന്നേക്കാളും നല്ലത് ഈ കാറിന് ഒരു 200 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാക്കിക്കൂടെ? ഇപ്പോൾ 100 80 100 ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 200 220 ഉണ്ടാക്കിക്കൂടെ? അതുമല്ലെങ്കിൽ ഈ കാറിനെ ആ യാത്രക്കാരെ മൊത്തം ശല്യം ചെയ്യണേക്കാളും നല്ലത് ഈ കാറിനെ അങ്ങോട്ട് ഉയർത്തിക്കൂടെ? വല്ല ഹെലികോപ്റ്റർ പോലെ അല്ലേ, അല്ലെ റോക്കറ്റ് പോലെ അല്ലേ? അതിനൊക്കെ കഴിവുള്ള ട്രെയിന് തടഞ്ഞു നിർത്താച്ച് പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റൂലേ അല്ലേ? അല്ലെങ്കിൽ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിലുള്ള കാറിനെ അതേ സ്പീഡിൽ ബാക്കിലേക്ക് ആക്കിക്കൂടെ? അപ്പം ഇതൊന്നും പറ്റൂല അല്ലേ? പറ്റുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ട്രെയിനിനെ അതിനെങ്ങനെ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നിർത്തലാണ് പറ്റുക എന്നുള്ളത്. അതാണ് കറാമത്ത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഏത് കൊല്ലം, ഏതു മാസം, ഏത് ദിവസം അങ്ങനെ ഒരു സംഭവം വളപട്ടണത്തിൽ നടന്നത്? ഏത് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്? ഇത് മൂസാനബിയുടെ കാലത്ത് നടന്ന കഥയൊന്നുമല്ല പറയണത് അല്ലേ? മൂസാനബിയുടെ കാലത്ത് ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ഇത് ഈ പറയപ്പെട്ട CM മടവൂർ എന്ന് പറയുന്ന അയാൾക്ക് ആ ഒരു ഭ്രമം തുടങ്ങിയതിന് ശേഷമുള്ള കഥയാണല്ലോ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 1993 80 ഇടയ്ക്ക് വരുന്ന ആ ഒരു 10-12 കൊല്ലത്തിനിടയിലുള്ള ഒരു കാലഘട്ടത്തിലല്ലേ? അന്ന് പേപ്പറുണ്ട്, TV അടക്കമുണ്ട് അല്ലേ? നമ്മളവിടെ ഒന്നും അത്ര വ്യാപകമായിട്ടില്ലെങ്കിലും എന്തായാലും 80ൻ്റെ ലാസ്റ്റ് മുതലൊക്കെ TV ഒക്കെ ദൂരദർശനമൊക്കെ വ്യാപകമായിട്ടുണ്ട്, നമ്മളെ ആൻറ്റിനയൊക്കെ വെച്ചിട്ട് അല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ തന്നെ റേഡിയോ ഉണ്ടല്ലോ, ആകാശവാണി, അതുപോലെ തന്നെ പത്രങ്ങളുണ്ട്, ഈ മനോരമയും മാതൃഭൂമിയും ഒക്കെ അന്നും ഉണ്ട്. എപ്പോഴും നമ്മളത് കേട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ ബുദ്ധിക്ക് യോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി അനുസരിച്ചൊന്നും പറയാൻ പാടില്ല. അത് ബുദ്ധിയുടെ ഒക്കെ അപ്പുറം നിൽക്കുന്ന സാധനമാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഇത് പറഞ്ഞുണ്ടാക്കിയെന്നുള്ള മറ്റൊരു കാര്യം. ഇനി വേറൊരാൾ ഇത് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുസമദ് അൻവരി, കേട്ടോ നമുക്ക്. കണ്ണൂർ വളപട്ടണം തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളൂ. ഒരു മിനിറ്റ് അബ്ദുസമദേ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മറ്റയാൾ പറഞ്ഞ റെയിൽവേ ക്രോസിംഗ് ആണ്, ഇത് പാലാണ് പറഞ്ഞത്.
ഒരു പാലത്തിൽ തന്നെ ട്രെയിനും അതുപോലെ തന്നെ സാധാ നോർമൽ വാഹനങ്ങളും പോണ അങ്ങനെ ഒരു പാലം വളപട്ടണത്ത് ഉണ്ടോ തലശ്ശേരിക്കാരെ? ഉണ്ടിച്ചെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും, എനിക്കൊന്ന് വന്ന് കാണാനാണ്. പാലേ ഉള്ളൂ. തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ ട്രെയിൻ വരുമ്പോ മറ്റൊക്കെ ഒഴിഞ്ഞു പോകണം. പക്ഷെ ഒരു സമയം ഇതങ്ങോട്ട് കയറി ശൈഖുനയുള്ള വാഹനം കാറ് അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന്. വാഹനത്തിൽ ശൈഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി. ശൈഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഏതുപോലെ ഉഹദിൽ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹി മറഞ്ഞു നിന്നതുപോലെ ശൈഖുനാക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി. പക്ഷെ ശൈഖുന പറഞ്ഞു ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്നാണ്. അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. വല്ലാത്ത ജാതി അല്ലേ? അപ്പോൾ ട്രെയിനിൽ ഉള്ള ഡ്രൈവർ എന്നാണ് ഇയാൾ പറഞ്ഞ ലോക്കോ പൈലറ്റ്. അയാൾക്ക് CM-നേക്കാട്ടിലും വലിയ കറാമത്താ. കാര്യം എന്താ? ഈ വണ്ടിയിലൊരു ദിവ്യപുരുഷനുണ്ടല്ലോ. ദിവ്യപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീക പുരുഷൻ, മനുഷ്യ ദൈവം. എവിടുന്ന ചെങ്ങയ്യെ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് വന്നിട്ടുള്ളത്? കെട്ടിയാൽ മാത്രം മതിയോ? ഏതെങ്കിലും പാളക്കിതാബ് മാത്രം ഓതിയാൽ മതിയോ? അല്ലേ? അള്ളാൻ്റെ ദീന് അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും വേണ്ടേ? അത് പറയാൻ ആരെങ്കിലും മിണ്ടാതിരുന്നൂടെ? ചുപ്പുരകോ പറഞ്ഞിട്ടിരുന്നൂടെ? ഇല്ലേ? പ്രിയമുള്ളവരെ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഒരു പാലം, ആ പാലത്തിൽ ട്രെയിനിനും സാധാ വാഹനങ്ങൾക്കും കൂടിയൊക്കെ പോകാൻ ഒറ്റ പാലമുള്ളത് എന്നുള്ള ആ ഒരു കാര്യം, അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യം മനസ്സിലായില്ല, അതുള്ളതൊന്ന് വിശദീകരിച്ച് തരാം. പോട്ടെ. ഇനി ഇയാൾ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുള്ളത് എന്താണ്? ഉഹദ് രണാങ്കണത്തിൽ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമായിക്കൊണ്ട്, ഷീൽഡായിക്കൊണ്ട്, ഹ്യൂമൻ ഷീൽഡ് എന്നൊക്കെ പറയുന്ന മറയായിക്കൊണ്ട്, ശത്രുക്കൾ എയ്യുന്ന അമ്പ് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്, ശത്രുക്കൾ വെട്ടുന്ന വെട്ടുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്, ശത്രുക്കൾ വാരിക്കുന്തം വെച്ച് കുത്തുമ്പോൾ അത് സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ ഒരു മൺതരി പോലും വീഴാതെ സംരക്ഷിച്ചു പോന്ന സ്വഹാബാക്കൾ എന്ന് പറഞ്ഞു. പൊന്നാര മുസ്ലിയാരെ പേര് പഠിച്ചു വെച്ചോളിയും. ത്വൽഹാ റളിയല്ലാഹു അൻഹു ആണത്. ഉഹദ് രണാങ്കണത്തിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ അമ്പെയ്യുമ്പോൾ ആ അമ്പുകൾ വരുന്ന ഭാഗത്തേക്ക് സ്വന്തം ശരീരം കൊണ്ടുവച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ മറവ് സൃഷ്ടിച്ച, ആ പൂമേനിയിലൊന്നും വരാതെ കാത്ത ആരാണ്? ത്വൽഹാ റളിയല്ലാഹു അൻഹു ആണ്. പേര് ഒന്ന് ഓർമ്മിപ്പിച്ച് വെക്കുക. മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ ട്രെയിന് വന്നപ്പോൾ ഈ CM മടവൂർ ഇതെങ്ങനെ കാട്ടിയിട്ട് ട്രെയിനിനെ നിർത്തി. എന്തേ? അതിനേക്കാട്ടിലും എത്രയോ പവറുള്ള മൊയ്ജിസത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ കാട്ടിയിട്ട് അമ്പിനെ ഒന്ന് തട്ടിക്കളയായിരുന്നു? ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ മുതുകിൽ അമ്പ് തെറിച്ചു കയറുമായിരുന്നോ? ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബെ, അങ്ങയുടെ ദേഹത്ത് ത്വൽഹയുടെ ജീവൻ അവശേഷിക്കുന്ന സമയം അത്രയും ഒരു ശത്രുവിൻ്റെ വെട്ടുമേൽക്കുവാൻ ത്വൽഹ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരീരം കൊണ്ട് പരിചയാക്കിക്കൊണ്ട്, ശരീരം കൊണ്ട് മറവ് സൃഷ്ടിച്ചിരുന്നത്, സ്വന്തം ശരീരം കൊണ്ട് വെട്ടും അമ്പുകളും ഏറ്റുവാങ്ങിയിരുന്നത്. എന്തേ? ആ സന്തത സഹചാരിയായിരുന്ന സ്വഹാബിയായിരുന്ന അല്ലേ ആ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഹത്ത് ആ അമ്പ ഏൽക്കാൻ അയക്കാതെ ആ അമ്പിനെ ഇതെങ്ങനെ കാട്ടിയിട്ട് മാനത്തേക്ക് വിടാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നടക്കൂല മൗലിയാക്കന്മാരെ. നിങ്ങൾ ഈ കള്ളക്കഥ പറയുന്ന ഈ കൂടി തന്നെ നിങ്ങൾ ഈ സത്യം പറയുമ്പോൾ ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒരു ട്രെയിന് ചീറിപ്പാഞ്ഞ് വരികയാണ്. വരുമ്പോൾ മുന്നിലേക്കൊരു കാറ് പോവുകയാണ്. അന്നത്തെ കാറ് വല്ല അംബാസഡറും കാറായിരിക്കും. ഓക്കെ, ആ കാറിനെ ഈ ട്രെയിന് ചീറിപ്പാഞ്ഞ് വരുന്ന 80ലോ അന്ന് ചിലപ്പോൾ 80-100 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്നൊരു ട്രെയിൻ ഇടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഈ മറ സൃഷ്ടിച്ച പൊട്ടനും അതിൻ്റെ അപ്പുറത്തുള്ള അന്തംകമ്മിയും ഒക്കെ പീസാവൂലേ? അല്ലേ? പിന്നെ ഈ മറ സൃഷ്ടിക്കണവൻ പൊട്ടനല്ലേ? അല്ല, ഇയാളപ്പം നടക്കുമ്പോൾ പിന്നെ ആ ഒരു ലെവലേ ഉണ്ടാവുകയുള്ളൂ. ഇത് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അത് കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഈ പാട്ടും പാടിയിട്ട് ഇവർ നടക്കുന്നത് ജാറ വ്യവസായം എന്നുള്ള മയ്യത്ത് വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ട്രെൻഡ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ന്യായീകരിക്കുന്ന തൊഴിലാളികൾക്ക് ഞാനൊരു രസകരമായൊരു സാധനം മുമ്പ് കാണിച്ചാണ്, ഒന്നും കൂടി നമുക്കൊന്ന് കാണാം. നല്ല രസമുണ്ട്, കേട്ടോളി. എത്ര കറാമത്താണെന്നറിയോ? അക്കാലത്ത് ജീവിച്ച ഒരു ഖാദിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത്
മയ്യത്ത് കുളിപ്പിക്കണം. പിന്നെ നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം. ശൈഖ് അവറുകൾ പറഞ്ഞതാ. ഇ.കെ. ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം ആ സംഭവം. കണ്ടിട്ടില്ലേ? ആദ്യം മരിച്ചത് ശൈഖ് അവറുകൾ. ശൈഖ് അവറുകൾ വഫാത്തായി കുളിപ്പിക്കാൻ ഖാദിയാർ വന്നു. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണ് തുറന്നു നോക്കി. കണ്ണ് തുറന്നു നോക്കുമ്പോ ഖാദി പറഞ്ഞു, ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കൊടുത്തോളൂ, എടുക്കണ്ട, കരാർ അങ്ങനെ തന്നെ നടപ്പാക്കി. അപ്പോൾ എന്തിപ്പോൾ ഈ പറഞ്ഞത്? ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകളല്ലേ ഇവർ ട്രെയിന് നിർത്തിയെന്നും ഫ്ലൈറ്റ് തല കുത്തനെ പറത്തിയെന്നും ഒക്കെ ഇവർ പറയും. ഒരാൾ നമ്മൾ പലതവണ വിശദീകരിച്ചാണ്, എങ്കിലും ഇവരുടെ വിവരക്കേട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, CM അടവൂർ മരിച്ചപ്പോൾ മരിക്കണീൻ്റെ മുമ്പേ പറഞ്ഞിരുന്നത് അവിടുത്തെ കാളിയരോട്, ഏതോ ഒരു കാളിയനോട്, കാളിയരെ ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യത്തൊളിപ്പിച്ചാ, നിങ്ങൾ മരിച്ചാൽ ഞാൻ മയ്യത്തൊളിപ്പിച്ചാന്ന്. അതിൽ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചാനായ CM ഉണ്ടല്ലോ, ഈ CMന് സ്വന്തം നീച്ചടക്കാൻ വഹിച്ചിരുന്നില്ല. കാലൊക്കെ പൊട്ടി പുറണായിട്ട് കണ്ണ് കാണാതെ, കണ്ണടച്ചിട്ടും കണ്ണ് കാണാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു അയാൾ പോയിരുന്നത്. ആ മനുഷ്യനാണ് കാളിയേരി മരിച്ചാൽ മയ്യത്തൊളിപ്പിക്കാൻ പോണേ. അതിന് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് CM മരിച്ചു. ഇത് ചിറ്റടിമേത്തൽ അബൂക്കർ മരിച്ചിട്ട് കാളിയേര് മയ്യത്തൊളിപ്പിക്കാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ CM ഇങ്ങനെ കണ്ണുറന്നിട്ട് ഇങ്ങനെ നോക്കുക അത്രേ. അപ്പോൾ കാളിയേര് പറയാത്രേ, ഞാൻ തന്നെയാണ് കണ്ണടച്ച മയ്യത്തേന്ന്. എന്താണ് ചെങ്ങായിമാരെ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കണം. ഈ പ്രഭാഷണം കേൾക്കാൻ പോകുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുരുവട്ടൂരി നൗഷാദിനോടൊക്കെ നിങ്ങൾ ചോദിക്കണം, എന്താ നൗഷാദ് ഇജ്ജൊക്കെ എന്താണ് തിന്നുന്നത്? അരിഭക്ഷണം അല്ലേ കഴിക്കണത് അല്ലേ? ചോദിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. ഒരു മയ്യത്ത് കണ്ണുറന്നിട്ട് ഇങ്ങനെ നോക്കുക അത്രേ. അപ്പോൾ കാളിയേര് പറയാത്രേ, മയ്യത്തേജ് കണ്ണടച്ചോ, എൻ്റെ കണ്ണ് പൊട്ടുള്ളൂ ഈ വെള്ളം ഒഴിച്ചുമ്പോൾ. ഈ വെള്ളം ഒഴിച്ചുമ്പോൾ എൻ്റെ കണ്ണ് പൊട്ടും, കണ്ണടച്ചലാന്ന്. മയ്യത്ത് കണ്ണുറന്നാൽ പിന്നെ മയ്യത്താണോടെ ചെങ്ങായിയെ അല്ലേ? അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാതെ പോയല്ലോ ഈ തലയെക്കെട്ടക്കാർക്ക്, പൊറാട്ടക്കെട്ടുകാർക്ക്, തലയെക്കെട്ടന്മാർക്ക് എന്നുള്ള ആ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ ഖുറാഫി മതത്തിന് വന്നുവിട്ടിരിക്കുന്നത്. അള്ളാഹു ഈ ഷർറിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.